ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പരിഗണിക്കാനായി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ്. അതിൽ 5 വനിതാ ജഡ്ജിമാരുണ്ടാകും എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം സിനിമാ മേഖലയെ ഏത് തലത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചു കുലുക്കിയത് എന്നുള്ളത്. അതിനുശേഷമുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലും സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ വനിതകളുടെ പരാതികൾ സ്വീകരിക്കാനുള്ള പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു എന്ന വിവരവും ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പരിഗണിക്കാനായി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നത് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഇതിന്റെ പൂർണ്ണരൂപം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിയെ സീൽ വെച്ച കവറിൽ നൽകണം എന്ന നിർദ്ദേശം നൽകിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ഇതിന്റെ പൂർണ്ണരൂപം നൽകേണ്ടി വരും. ഇന്ന് വീണ്ടും ആ കേസ് പരിഗണിച്ചപ്പോഴാണ് പ്രത്യേക ബെഞ്ച് ഇതിനായി രൂപീകരിക്കണം എന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്. അങ്ങനെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ചുവടുവെപ്പ് ഉണ്ടായിരിക്കുന്നു എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഇതിൽ പേരുള്ള നിരവധി നടന്മാരുണ്ട് എന്ന് മനസ്സിലാകുന്നു. നടിമാർ മൊഴിയായി നൽകിയ നിരവധിയായ ആരോപണങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് പ്രസക്തമാവുകയാണ്. നിയമപരമായി തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള വാദം കോടതി നേരത്തെ തന്നെ പറഞ്ഞ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ വനിതാ ജഡ്ജിയെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ബെഞ്ച് ഹൈക്കോടതി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് രൂപവൽക്കരിക്കുന്നു എന്നത് ഈ കേസിന്റെ നാൾ വഴികളിൽ വളരെ നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വാദം കേൾക്കാനായി വനിതാ ജഡ്ജിയും ഉണ്ടാകും. നേരത്തെ സർക്കാരോട് ആവശ്യപ്പെട്ടത് മുദ്രവെച്ച കവറിൽ ഈ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകണം എന്നുള്ളതാണ്. സർക്കാർ നമുക്കറിയാം ചില ഭാഗങ്ങൾ മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. എല്ലാ ഭാഗങ്ങളും പുറത്തു വന്നിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം ചില ഭാഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി, ചില ഭാഗങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ടാണ് കോടതി ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത് എന്നുകൂടി ചേർത്ത് വായിക്കണം. ഇവിടെയാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം. നമുക്കറിയാം ദേശീയ വനിതാ കമ്മീഷനും ഇതിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെട്ട സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മുദ്രവെച്ച റിപ്പോർട്ട് കൂടി പരിഗണിക്കുമ്പോൾ ഈ കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി വരുന്നത്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കോടതിയുടെ ഇടപെടൽ അതിന് നിർണായക ഘട്ടത്തിൽ തന്നെയാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നു. വനിതാ ജഡ്ജി അടക്കം ഈ വിഷയത്തിൽ ഈ ബെഞ്ചിന്റെ ഭാഗമായിരിക്കും എന്നുള്ളതും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. മുദ്രവെച്ച റിപ്പോർട്ട് സർക്കാർ നൽകേണ്ടതുണ്ട്. സർക്കാർ 10-ന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണം എന്ന വിവരങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ചിനെ നിശ്ചയിച്ചിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ്. എല്ലാ പരാതികളും ഈ ബെഞ്ചിലേക്കാണ് പോവുക എന്നതിനോട് ചേർത്ത് വായിക്കണം. മുദ്രവെച്ച റിപ്പോർട്ടും ഇതിനകം പരിഗണിക്കും. ഈ ബെഞ്ച് തന്നെ പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. വനിതാ ജഡ്ജിയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായകമായ ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കോടതി ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടെ തന്നെ കോടതി പരിഗണിക്കും. ഇതിൽ ഒരുപക്ഷെ ആരോപണ വിധേയരായ നടിമാരുടെ അടക്കം മൊഴി ഒരിക്കൽ കൂടി കോടതിക്ക് ഒരുപക്ഷെ കേൾക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. ഒപ്പം മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ നിരവധി നടന്മാരുടെ പേരുകൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന നിർണായകമായ ഒരു കാര്യമുണ്ട്. അതൊക്കെ പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ മാസം 10-ന് മുൻപ് സർക്കാർ ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് നൽകേണ്ടി വരും എന്നതുകൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വനിതാ ജഡ്ജി അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കും എന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വിശാല ബെഞ്ച് ഈ വിഷയം പരിഗണിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേക ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്നു. വനിതാ ജഡ്ജി അടങ്ങുന്ന ബെഞ്ച് ഈ കേസുകൾ പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 10 സർക്കാരിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുദ്രവെച്ച കവറിൽ എന്നുള്ളതാണ്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇനി പ്രത്യേക ബെഞ്ചാകും പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പ്രത്യേക ബെഞ്ച് പരിഗണിക്കും ഈ റിപ്പോർട്ട് എന്നുള്ളതാണ്. ഈ നിയമ പോരാട്ടത്തിന് ശേഷം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഏടായി ഇത് മാറുന്നു എന്നതുകൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം. സജിബോൻ പാറയിലിന്റെ ഹർജി പരിഗണിക്കവെയാണ് ഇക്കാര്യം കോടതി വ്യക്തമാക്കിയത് എന്നതുകൂടി മനസ്സിലാകുന്നുണ്ട്. സജിബോൻ പാറയിലിന്റെ ഹർജി പരിഗണിച്ചിരുന്നു. ഈ വിഷയത്തിലടക്കം ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ കേസ് വിശാലമായ ബെഞ്ച് പരിഗണിക്കും എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും വരുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ഈ കോടതിയുടെ രീതികൾ എന്നുള്ളത് കൂടി നോക്കണം. ഇപ്പോൾ വിശാല ബെഞ്ച് രൂപീകരിച്ചുകൊണ്ടാണ് കോടതി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചരിത്രത്തിൽ ഇത് പുറത്തു വന്നതിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു ബെഞ്ച് രൂപീകരിക്കുന്നതിലൂടെ ഈ റിപ്പോർട്ടിനെ അതിന്റെ എല്ലാ ഗൗരവവും പരിഗണിച്ച് കോടതി സമീപിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. അതായത് സജിമോൻ പാറയിലിന്റെ ഹർജി പരിഗണിക്കുകയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. വനിത ജഡ്ജിമാർ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക ബെഞ്ചിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. ഈ ബെഞ്ചായിരിക്കും ഈ ഒരു വിഷയങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ വനിതാ ജഡ്ജി അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കുമ്പോൾ അതിൽ 5 ജഡ്ജിമാർ വനിതകളാണ് എന്നുള്ളതാണ്. അതായത് ആ ബെഞ്ചിൽ വനിതകൾ മാത്രമായിട്ടുള്ള ഒരു ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും ഇതിന്റെ മേൽനോട്ടം വഹിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട രീതിയിൽ ഈ ഒരു വിഷയത്തെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നേരത്തെ മുദ്രവെച്ച കവറിൽ ഈ ഒരു ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളൊരു പരാമർശം നേരത്തെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. സർക്കാരിനെ ഇത് അറിയിക്കുകയും ചെയ്തതാണ്. ആ റിപ്പോർട്ട് അടക്കം ഈ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചതോടുകൂടി ആ ബെഞ്ച് ഇത് പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും വാദം കേൾക്കാൻ പ്രത്യേക ബെഞ്ചിനെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നു. ബെഞ്ചിൽ വനിതാ ജഡ്ജിമാർ മാത്രമാണ് എന്നുള്ള ഏറ്റവും സുപ്രധാന വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഇതിനോടകം തന്നെ 19 കേസുകളാണ് കൊച്ചിയിൽ നിന്നും ഈ പല ഭാഗത്തു നിന്നായി ഇത്തരത്തിൽ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. ലൈംഗിക ആരോപണ കേസുകളുണ്ട്. മറ്റ് കേസുകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിലും പല ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഈ വിഷയം ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഏത് പ്രശ്നങ്ങളുമുണ്ട് എങ്കിൽ പോലും തന്നെ അതിന് കൃത്യമായി കേസെടുക്കണം, അതിൽ കാലതാമസം ഉണ്ടാകാൻ പാടില്ല, കൃത്യമായി വിവരങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഏത് കൊമ്പന്മാരായാലും ഏതുന്നതനായാലും സംരക്ഷിക്കില്ല, അവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയ CN പ്രകാശ് നിയമകാര്യ ലേഖകൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിഥുൻ തുടരുക. CN പ്രകാശ്